ഹലോ ഗൈസ്, എൻ്റെ പേര് ഫുഡുഡു. ഞാനിന്ന് കളിക്കാൻ വന്നത് മൈൻക്രാഫ്റ്റാണ്. മൈൻക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീട്ടിൽ എല്ലാ മനുഷ്യർക്കും കൂടി സ്വാഗതം. നമ്മളിന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഒരു വീറ്റ് ഫാം, ക്യാരറ്റ് ഫാം, പിന്നെ ക്യാരറ്റ് ഫാം, ബീട്രൂട്ട് ഫാം, പിന്നെ അതിൻ്റെ പേര് പൊട്ടാറ്റോ ഫാം, ഇത് മൂന്നും, പിന്നെ കൗ ഫാം, ഷീപ്പ് ഫാം, പിഗ് ഫാം, ഈ 6 സംഭവങ്ങളാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് ആദ്യം വീറ്റും അങ്ങനത്തെ സംഭവങ്ങൾ എടുക്കാം. അതിനാദ്യം വേണ്ടത് ഇൻഫിനിറ്റി വാട്ടറുമാണ്. കാരണം എല്ലായിടത്തും വെള്ളം എത്തിക്കണ്ടേ. നമുക്ക് ഇൻഫിനിറ്റി വാട്ടർ കൂടി ഒരു ബക്കറ്റ് ഇവിടെ ഒന്നുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് ഒരു ബക്കറ്റ് വെള്ളം എടുക്കാം. ഇന്ന് പോയി നമുക്ക് അങ്ങനെ ഒരു ഇൻഫിനിറ്റി വാട്ടർ ഉണ്ടാക്കാനുള്ള പരിപാടി എങ്ങനെയാണ് ഞാൻ പറഞ്ഞുതരാം. അറിയാത്തവർക്ക് മാത്രമേ അറിയുന്നതൊക്കെ എങ്ങനെയാണെന്ന് അറിയാലോ. ആദ്യം നമുക്ക് 3 കുഴി എടുക്കുക, എന്നിട്ട് വാട്ടർ ഇവിടെ വയ്ക്കുക, എന്നിട്ട് ഇറക്കുക. അപ്പോൾ ഇൻഫിനിറ്റി വാട്ടർ ആയിരിക്കും. നമ്മൾ നടുവിലേക്ക് എത്ര വെള്ളം എടുത്താലും നമുക്ക് എത്ര എടുക്കാം. അത് കരുതി സൈഡിൽ നിന്ന് എടുക്കരുത്. സൈഡിൽ നിന്ന് എടുത്താൽ അപ്പം തന്നെ ഒരു ഇൻഫിനിറ്റി വാട്ടർ ആവില്ല. 3 പ്രാവശ്യം എടുക്കാൻ പറ്റുള്ളൂ. സൈഡിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ അപ്പം തന്നെ അവിടെ വെക്കണം. അപ്പം നമ്മൾ കയ്യിലിപ്പോൾ അവിടെ സീഡ് എടുക്കാം. അതിലാക്കൊരു സീഡ് മാത്രമേ ഉള്ളൂ. ജസ്റ്റിലൊന്നും കാണില്ലല്ലോ. അങ്ങനെ ഉള്ളൂ. നമുക്ക് നീക്കാണ്ട് പിന്നെ നമുക്കിനി ബക്കറ്റ് ഉപയോഗിച്ചാണ്ട് നമുക്കിനി കുറേ വെള്ളം എടുക്കാൻ പറ്റും. ഇതെങ്ങനെ വെച്ചാൽ സീഡുണ്ട്, പിന്നെ നോക്കുക. ശരില്ല, നമുക്കിനി ബക്കറ്റ് എടുക്കുക. ആദ്യം ബക്കറ്റിൽ വെള്ളം എടുത്തിട്ടുണ്ട്. അതിലൊരു കാര്യം പറഞ്ഞു. നമുക്കതിന് ആദ്യം ഹോ വേണം. ഹോ ഉണ്ടാക്കാൻ ആദ്യം വേണ്ടത് 3 വുഡ് എടുത്താൽ നമുക്കതിൽ വുഡ് തീരില്ല, ഫ്രാമാണ്. പിന്നെ 2 കോപ്പിൾ സ്റ്റോൺ വേണം. കോപ്പിൾ സ്റ്റോൺ 2 എടുത്തിട്ടുണ്ട്. പിന്നെ കോപ്പിൾ സ്റ്റോൺ പിന്നെ സ്റ്റിക്ക് നമ്മൾ എടുത്തിട്ടുണ്ട്. സ്റ്റിക്ക് എടുത്തിട്ട് ഒരു 2 നോക്കി സ്റ്റിക്ക് പെട്ടണമായി വെറുതെ 6 പ്ലാന്റ് അങ്ങനെ ഒരു പ്ലാങ്ക് ഇങ്ങനെ വെച്ചിട്ട് സ്ഥലം. പിന്നെ അത് ഹോ ചെയ്യണ ഭാഗം നമ്മൾ കുറച്ച് നടത്തിയിട്ടുണ്ട്. അത് കാണാൻ ഭയങ്കര ബോറിങ് ഒരു വീഡിയോ ആണ്. നമുക്കിനി കുറേ സീഡ് വേണം. ആദ്യത്തെ സീഡ് നമുക്ക് നട്ടേക്കാം. സീഡ് ഇതിനൊരു വെട്ടിപ്പുൾ ഐഡിയ വന്നിട്ട് ആദ്യം നമ്മൾ ബക്കറ്റിൽ കുറച്ച് വെള്ളം എടുക്കുക. നമ്മൾ ബക്കറ്റിൽ വെള്ളം എടുത്തിട്ട് നമ്മൾ അവിടെ നല്ലോണം ഇതിലോട്ട് ഒഴിക്കുക. കുറച്ച് ഡ്രോപ്പിക്കട്ടെ. നമ്മളങ്ങനെ കുറേ ഒപ്പിച്ചിട്ടുണ്ട്. അതിലിപ്പോൾ കുറച്ചുണ്ട്. നമുക്ക് ആ സോമ്പിനെ കൊണ്ടിട്ട് നമുക്കിങ്ങനെ കുറച്ച് നേരം കിടക്കാം. പെട്ടെന്ന് രാത്രിയാകാതെ മഴ തീരെ ക്രീപ്പർ മണ്ടിക്ക് നമുക്ക് ക്രീപ്പറാണെന്ന് കൊല്ലവും. പൊട്ടി തെറ്റി. അയ്യോ, അതാകെ മാസാക്കി ഇപ്പോഴത്തെ ഫോട്ടോ. ഞങ്ങൾക്കൊന്ന് കിടക്കാൻ നോക്കി. പക്ഷേ യാത്രയാവാത്തോണ്ടേ കിടക്കണം വെച്ചാൽ നമുക്ക് ഞാൻ കുറച്ച് വീട് അടിച്ചിട്ടുണ്ട്. നമുക്ക് രാത്രിയായിട്ട് നമുക്ക് രാവിലെ ആയിട്ടൊന്ന് കാണാം. ഈ സമയം നമ്മൾ രാവിലെ ആയിട്ടുണ്ട്. നമുക്ക് ഇനി വേഗം കുറച്ച് ക്യാരറ്റും പിന്നെ കുറച്ച് ഇത് കൊണ്ടുവരാം. അങ്ങനെ കഴിച്ച് നമ്മൾ അങ്ങോട്ട് എത്തിയിട്ടുണ്ട്. നമ്മൾ മേലെ എത്തിയിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ഈ ട്രേഡ് പ്രശ്നം. നമുക്ക് കുറച്ച് ക്യാരറ്റ് എടുക്കാം. കുറച്ച് നമുക്ക് ഇതൊക്കെ എടുക്കാം. ഈ ക്യാരറ്റാണ് ഞാൻ ഗോൾഡൻ ക്യാരറ്റ് ഉണ്ടാക്കാം. ഗോൾഡൻ ക്യാരറ്റിനൊരു വേറെ ടേസ്റ്റാണ്. അതുപോലെ കുറച്ച് ബീട്രൂട്ട് സീഡും കിട്ടിയിട്ടുണ്ട്. ഇതിന് അപ്പുറത്തുനിന്ന് കുറച്ച് ബീട്രൂട്ട് സീഡ് കൊടുക്കാം. ബീട്രൂട്ട് സീഡ് തന്നെ. അപ്പോൾ ഞാൻ കുറച്ചുകൂടി ബീട്രൂട്ട് സീഡ് എടുക്കുന്നുണ്ട്.
അങ്ങനെ ഫുൾ സൈഡ് കുറച്ച് ആണ് മറ്റേ ചങ്ങ എടുത്തു. കുഴപ്പമില്ല, കുറേ നമ്മളിച്ചിട്ട് കുറേ ഉണ്ട്. എന്നിട്ട് കുറേ എടുത്തേക്കണ്. കുഴപ്പമില്ല. നമുക്കിനി നമ്മൾ നേരെ ബേസിക്ക് പോകണം. ഒരു ML ചെയ്യാം. കുറേ കാലയിൽ ML ചെയ്തിട്ട് അതിന് വർക്കൗട്ടായി. കുറേ കാലത്തിന് ശേഷം ML ഒക്കെ വർക്കൗട്ടാണ്. ML എല്ലാം വെള്ളം നിങ്ങൾ ചാടുമ്പോൾ വെള്ളം അടിയിൽ വെച്ച് നമ്മൾ ലൈഫ് തന്നെയാണ് ML എന്ന് പറയും. നമുക്കിതൊക്കെ നടലാണ്. കുറച്ച് റിസ്ക്കൊന്നുമില്ല, എന്നാലും ഒരു രസമാണ്. അതൊന്ന് വേഗം കഴിഞ്ഞോട്ടെ. അങ്ങനെ കുറച്ചും കൂടി. അപ്പോൾ ഗൈസ് നമുക്ക് കുറച്ചും കൂടി സീഡ് വേണം. നമുക്ക് സീഡ് നമുക്ക് ഒപ്പിച്ചാനല്ല, നമുക്ക് നട്ടാൽ മാത്രം മതി. ഞാൻ നടാൻ ആൾക്കാരെ വെക്കേണ്ടി വരും. ഭയങ്കര റിസ്ക്കാണ്. ഞങ്ങൾക്ക് ഇനി കുറച്ചും കൂടി ഉള്ളൂ. നമുക്കിനി കുറേ വീറ്റ് സീഡും നേരെ ആപ്പിസ്കൂടൊക്കെ. അപ്പോൾ നമുക്ക് നേരെ വീറ്റ് നടാം. നമുക്ക് വീട്ടിൽ നടാം. നമ്മൾ ഫാവറ്റ് നല്ല രസമുള്ള പരിപാടിയാണ്. ആർക്കായാലും എൻ്റെ വേൾഡിൽ സീഡ് വേണമെങ്കിൽ പറഞ്ഞോളി, അതിട്ട് വന്നേരാ. ഇതിൻ്റെ ബേസിന് കുറേ വിട്ടാണ് ഈ വില്ലേജ്. നമുക്ക് ജാതി ഈ ഫെൻസ് ഇതൊക്കെ വേണം. ഈ പിഗ് വേണം, ഫെൻസ് വേണം. അപ്പോൾ നമുക്ക് ഈ ഫെൻസ് ഫുള്ള് എടുത്ത് കണ്ടില്ലേ വീഡിയോ ക്ലിപ്പ് കാണാം. അപ്പോൾ കഴിച്ച് നമുക്ക് ഈ കൗണ്ട് കൂടി മാണത്തിൻ്റെ വീഡിയോ ക്ലിപ്പ് കാണാം. കഴിച്ച് നമ്മൾ ആ കൗണ്ടും ഒക്കെ എടുത്തിട്ടുണ്ട്. ഒരു പിഗിന് കൊണ്ട് വെക്കണം. അവിടെ കൊണ്ടുപോയി വെച്ചിട്ട് നമുക്ക് നിർത്തണം. ചെറുത്തോടി ബിൽഡ് ചെയ്യണം. അത് ബിൽഡ് ചെയ്ത് പോലെ തന്നെ മറന്നുകൾ ഗൈസ്. അപ്പം അതിന് ബിൽഡ് ചെയ്യലാണ് നമ്മളവിടുത്തെ മെയിൻ പണി. നമ്മളവിടുത്തെ ബിൽഡ് ചെയ്തിട്ട് ബിൽഡ് മാത്രമൊന്നും ഇല്ല, ജസ്റ്റ് ഒന്ന് വെക്കാൻ അത്രയേ ഉള്ളൂ. ഇങ്ങനെയൊക്കെ ഗൈസ് നമുക്ക് ഇത് വെച്ചിട്ടുള്ള ക്ലിപ്പ് വെച്ച് കണ്ട് പിന്നെ കാണാം. ജസ്റ്റ് നമ്മളങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബിഗ് കയറി നമുക്ക് ബാക്കിയുള്ള ബിഗിനെ കൂടി വിളിച്ചാൽ നിങ്ങളുടെ കൂട്ടത്തിലുള്ള പിഗിനെ കമൻറ്റ് ചെയ്യുക ഗൈസ്. എൻ്റെ ക്ലാസ്സിൽ പിഗിനെ ഞാൻ കമൻറ്റ് ചെയ്യാം. നമുക്ക് പിഗിനൊക്കെ ഇതിനുള്ള കേട്ടിട്ട് നമ്മൾ പിഗിൻ്റെ വാതിൽ കൊണ്ട് അടച്ച് കഴിഞ്ഞു ഗൈസ്. നമുക്ക് ആരോണ്ടിട്ട് നമ്മളെ സ്വന്തം ഷീപ്പിനും പിന്നെ പറയുന്നത് കൗപ്പിനും നമുക്കിനി വണ്ടറിന് മുമ്പ് ആദ്യം ഈ ഷീപ്പിന് കൗവിനൊക്കെ സ്ഥലം സെറ്റാക്കണ്ടേ. വെറുതെ വണ്ടി പോയിട്ടുണ്ട് ഉണ്ടാക്കോടത്തിൽ കാര്യമില്ലല്ലേ ദിനേശ, നമ്മളോടെ കളി. അപ്പോൾ ഗൈസ് നമ്മളെ ടാർഗറ്റ് ഇന്നത്തെ ലൈക്ക് പറഞ്ഞത് 10 ആരും ചെറിച്ചൊന്നും വേണ്ട, കാരണം നമ്മൾ തുടങ്ങിയിട്ടുള്ളൂ. 10 കഴിച്ചാണെങ്കിൽ 11എങ്കിലും ഗൈസ് നമുക്ക് ഇതൊന്ന് വേഗം വെൽറ്റ് ചെയ്യണം. നമുക്ക് ഷീപ്പ് കുടുങ്ങിയിട്ടുണ്ട് ഇതിനുള്ളിൽ. അതിനിപ്പോൾ ഇത് അതിൻ്റെ അടിയിൽ കൂടെ വരൂലേ തേങ്ങ. ഇതിൻ്റെ ഓരോരോ വിധി അല്ലാതെ പത്താ. ഞാനൊക്കെ ഒന്ന് പണ്ടേ വീഡിയോ ഇടണമെങ്കിൽ ഞാനൊക്കെ ആരായിന്. ഞാനൊക്കെ FTTനെ പോലത്തെ ഒരുക്കായിന്. ഞാനൊക്കെ പണ്ടേ വീഡിയോ ഇടണ്ടെങ്കിൽ പണ്ട് കാര്യമില്ല. പ്ലീസ് നമുക്കിനി വേഗം മറ്റേ ഷീപ്പ് നമ്പറൊക്കെ പിടിച്ച് പോവണം. അതിനുമ്പ് അത് ഇപ്പോഴത്തേക്കൊന്ന് എപ്പോഴൊക്കെ ഞാൻ ഇങ്ങോട്ട് കയറുമ്പോൾ മറ്റേക്കൊക്കെ കയറേണ്ടി വരില്ലേ. അപ്പം നമുക്ക് എത്തിക്കൊക്കെ
നല്ലൊരു അഹങ്കാരം അല്ലാതെ പത്താ. ഇനിയിപ്പോൾ തോന്നുന്നു നമുക്ക് കുറേ കൗളിപ്പിച്ചിട്ട് പോകാം. നമ്മൾ കുറേ കോഴി കുറേ നേരം 4 കൗവിനും 2 ഷീപ്പിനും പിടിച്ചിട്ടുണ്ട്. നമുക്കൊന്ന് രാവിലെ കൂടെ രാത്രി ഞാൻ പിടിച്ചിട്ട് പൊതിന് രാത്രി മഴയാണ് പെയ്തു. കുറച്ച് പണിയാണ്. രാത്രി കൊണ്ട് കഴിച്ചില്ല, അല്ലെങ്കിൽ ഇത് മഴ നിൽക്കുന്നല്ല കണ്ടാറ്. നമുക്ക് ഇതിൽ കുറേ ഉണ്ട്. നമുക്ക് ഇപ്പോൾ പ്രിപ്പേറ്റ് ചെയ്യണം. പ്രീഡയിൽ ബുദ്ധിമുട്ട് നമ്മളില്ലേ അതോട്ട് ഇപ്പത്താകട്ടെ. എത്തപ്പിന് കോട്ടോ പറയണതിന് ശേഷം എത്തിന് കോട്ടോ ഒന്നുമില്ല. നമ്മളായിട്ടൊക്കെ ബ്രീഡ് ചെയ്യാം. ഈ സോണിക്ക് ഇവിടുന്ന് അറിഞ്ഞിരുന്നു. സോണൊക്കെ തച്ചില്ല ഷേഡ് കൊണ്ടുണ്ടെങ്കിൽ പറഞ്ഞില്ല നമ്മളെ താക്കത്താക്കുന്ന തേങ്ങ. എത്തപ്പഴ ഉണ്ടായേ ഇത് ക്രീപ്പറിൻ്റെ തൃശ്ശൂർ പൂരോ ക്രീപ്പറിനകത്തൊക്കെ കുട്ടികൾക്കൊക്കെ റെഡി ആക്കിയിട്ടുണ്ട്. ഒരു ഗ്ലാസ് കൂടി വെക്കാനുള്ളൂ. ഗ്ലാസ് കൂടെ വെക്കാം. കൂടെ ഉണ്ടായേ ഒരു വെടിക്കെട്ടം നടന്നു. അത്ര തന്നെ ഞാൻ റിസർച്ചൊക്കെ ഒന്ന് ഗേദർ ചെയ്തൊക്കെ. എല്ലാവരും പുറത്തെ കാണല് സബ്സ്ക്രൈബൊക്കെ ചെയ്യണേ. എന്തരേ ആ ഒരു സബ്സ്ക്രൈബും ഉണ്ട്, ഞാനുണ്ട്. ഒന്ന് ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്യണേ. ഇത്രയും കഷ്ടപ്പെട്ട് വീടൊക്കെ ഇട്ടിട്ട് നമ്മൾ നിൽക്കും വേണ്ടല്ലോ. ഒക്കെ വിഷമൊന്നുമില്ല, എന്നാലും ചെറിയൊരു സങ്കടം. നമുക്കിനി ഗൈസ് കുറച്ച് ഇത് കിട്ടി. നമുക്കിനി ഇതൊന്നുപോലെ ബ്രീഡ് ചെയ്യണം. ഞാൻ ഇവിടെ തൂക്കാം. നമുക്കിനി ഈ വീറ്റ് ഉണ്ടെങ്കിൽ ഐറ്റങ്ങളൊക്കെ ബ്രീഡ് ചെയ്ത് കിട്ടണം. അങ്ങനെ ബ്രീഡ് വേണം. നമ്മളാണ് ഐറ്റങ്ങളൊക്കെ ബ്രീഡ് ചെയ്ത് കുറേ കുട്ടികളൊക്കെ ഉണ്ട്. കുറേ പശുക്കുട്ടീനെയും പോത്തുംകുട്ടീനെയും ആനക്കുട്ടീനെയും പോത്തുംകുട്ടീനൊക്കെ ഉണ്ടാക്കി. അപ്പോൾ തന്നെ കൈസ് നമ്മൾ വീട് നല്ല ലെങ്ത് അയക്കണം. വീടിട്ട് വരുമ്പോൾ നല്ല സമയം പിടിച്ചു. കൈസ് നമുക്ക് അടുത്ത വീട്ടിൽ